എന്റെ ഭർത്താവിന് ഇതുപോലെ തന്നെ ഹാർട്ടിനൊരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോ 3 വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വലതു ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു തളർച്ച പോലെ. അപ്പം ചോറ് തന്നെ വാരി കുഴച്ച് നമുക്ക് ഉരുട്ടി കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ബോട്ടിൽ കഴിച്ചു. പകുതിയാകുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് ഒരുപാട് വന്നു. ഒരു ബോട്ടിൽ കഴിഞ്ഞു, 2 ബോട്ടിൽ കഴിഞ്ഞു, 3ാമത്തേലേക്ക് കടന്നു. വളരെ സമാധാനമായി. കാരണം ഒന്നും പറ്റാതെ, കാരണം കൂടുതൽ നടക്കുന്ന സമയത്ത് ശ്വാസം മുട്ടും അതുപോലെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതിനൊക്കെ നമുക്ക് വലിയൊരു മാറ്റം സംഭവിച്ചു. അത് തന്നെ ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പ്രൊഡക്റ്റുകൾ പലതും ഉപയോഗിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ളത് വെള്ളാർട്ട് തന്നെയാണ്. മാഡം പറഞ്ഞ പോലെ തന്നെ വെള്ളാർട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലെനിക്ക് ഈ കയറ്റമെല്ലാം കയറുന്ന സമയത്ത്, സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറുന്ന സമയത്ത് എനിക്കൊരു നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു. നെഞ്ചുവേദന, ശ്വാസം തിങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് ഞാൻ വെള്ളാർട്ട് കഴിക്കുകയുണ്ടായി. അതൊരു 1, 2, 3 ബോട്ടിലോളം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ആശ്വാസം. ശരിക്ക് നമുക്ക് ഓടി കയറി പോകാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക്, നമുക്ക് ഒരു പ്രയാസമില്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാന് ഫേസ് വാഷും ഫേസ് ക്രീമും ഉപയോഗിച്ചായിരുന്നു. നല്ല മാറ്റം തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാന് ലിവാഗൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഭർത്താവിന് ഷുഗറായിട്ട് സ്പൈറലിൻ ഉണ്ട്, ഡയബാലൈഫ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ട്. പിന്നെ മോന് സുന്നത്ത് കഴിഞ്ഞിട്ട് അത് നല്ലൊരു അടിപൊളി റിസൾട്ടാണ്. ബോണ്ടി ഹീല് ഓല ആടുന്ന ഒരു പൊടി തന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് തുള്ളിമരുന്ന് ഇട്ടിച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഒരു പൊടി ഇടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പൊടി ഇട്ടില്ല, ഞാൻ ബോണ്ടിയിൽ തേച്ച്. മോളിനോട് പറഞ്ഞ എന്തോ കുഴപ്പമുണ്ടായാലും ഞാൻ പറഞ്ഞ ഞാൻ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ അത് ഓയിൻമെന്റ് ഉപയോഗിച്ച് 12 ദിവസമായപ്പോഴേക്ക് അവന് പള്ളിയിൽ പോകാനായിട്ടുണ്ട്. അലർജിയുടെ പ്രശ്നം കാരണമാണ് എനിക്ക് വരാൻ ഉണ്ടായത്. ഉണ്ണിസാറ് എന്റെ സഹപാഠിയായിരുന്നു. അപ്പൊ ഉണ്ണിസാറിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഉണ്ണിസാറിനോട് വിളിച്ചു ചോദിക്കുകയാണ് അലർജിക്ക് എന്താ മരുന്നുള്ളത്. അതിന്റെ മുന്നേ ഞങ്ങള് 12 വർഷത്തോളം ഹോസ്പിറ്റലില് കയറി ഇറങ്ങേണ്ട സമയമായിരുന്നു. എനിക്കും എന്റെ മകനും നല്ലോണം അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. രാത്രി ഒന്നും കടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലേക്ക് നീക്കുമ്പോൾക്ക് വയ്യ, തുമ്പിയിട്ടും ശ്വാസം മുട്ടിയിട്ടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോ ഡോക്ടർമാര് പറഞ്ഞത് കൊടുക്കാൻ ശ്വാസം മുട്ടലായി മാറുമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉണ്ണിസാറിന്റെ സ്റ്റാറ്റസ് കാണുന്നതും കവചപ്രാശത്തെ പറ്റിയിട്ട് ഉണ്ണിസാർ പറയണത്. അങ്ങനെ തിരിച്ചു വന്നു. കവചപ്രാശം ഒരു ബോട്ടിൽ മേടിച്ചിട്ട് കഴിച്ചു നോക്കിയിട്ട് ചേരാന്നാ ഉണ്ണിസാറിനോട് പറഞ്ഞിരുന്നത്. അപ്പൊ അതങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ മേടിച്ചു. 1 മാസം കഴിച്ചില്ല, അതിന്റെ മുന്നേ നല്ല റിസൾട്ട് കിട്ടി. ഒരാഴ്ച കഴിച്ചപ്പോൾ തന്നെ നല്ലോണം ഇതിന് മാറ്റം വന്നു. മറ്റത് ഉറങ്ങുകയാണെങ്കിൽ നമ്മള് മുഖത്തൊക്കെ ഒരു മുണ്ടൊക്കെ ഇട്ടിട്ട് വേണം കിടക്കണമെങ്കിൽ. പൊടിയുടെ അലർജി കാരണം ഫാനൊക്കെ ഇട്ടാ കാറ്റ് കൊള്ളാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ അതൊന്നും ഒരാഴ്ച കഴിച്ചപ്പോൾ തന്നെ നമുക്ക് അറിയാതെ അതിന് മാറ്റം വന്നു. പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ സ്ഥിരമായിട്ട് ഞങ്ങള് 4 ബോട്ടിലായി കഴിച്ചുകൊണ്ടിരിക്കുന്നു. 5ാമത്തെ ബോട്ടിൽ ഇന്നലെ പൊട്ടിച്ചിട്ടുള്ളൂ കവചപ്രാശം. നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ഡോക്ടറെ 1 വർഷത്തോളമായി ഇതുവരെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. മറ്റത് ആഴ്ചക്ക് ഒരു 3 പ്രാവശ്യങ്ങളിൽ ഞങ്ങള് ആവി പിടിക്കാനായിട്ട് പോയിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു ഇല്ല. പിന്നെ മോറോ ലൈഫ് ആണ് ഉപയോഗിച്ചത്. ഞാന് നല്ല തടിയായിരുന്നു, തടി കൂടുതലുള്ള ആളായിരുന്നു. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ആണ് ഞാൻ റിസൾട്ട് കണ്ടിട്ടാണ് അതിലേക്ക് വന്നത്. ഹെർബൽ പേസ്റ്റ് ഭർത്താവിന് ഇങ്ങനെ വായിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറി ഉണ്ടായിരുന്നു, പുണ്ണ് പോലെ ഇങ്ങനെ വട്ടത്തില് പൊള്ളം പൊട്ടിയിട്ട് മുറിയാവണ പോലെ. അത് ഉപയോഗിച്ചിട്ടാണ് റിസൾട്ട് കണ്ടിട്ടാണ് എനിക്ക് വന്നത്. പിന്നെ പല്ലുവേദന ഉണ്ടായിരുന്നു. പല്ലുവേദനയ്ക്ക് റെഡ് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പൂർണ്ണമായും പല്ലുവേദന മാറിയ റിസൾട്ടാണ്.